ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. രാജ്യറാണി തീവണ്ടിയിൽ നിന്നും 2 യാത്രക്കാരെ പാമ്പ് കടിച്ചെന്ന സംശയം ആശങ്കയ്ക്കിടയാക്കി. ഷൊർണൂർ കുളപ്പുള്ളി വിഷ്ണു ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ, നിലമ്പൂർ പൂക്കോട്ടുപാടം സ്വദേശിനി ഗായത്രി, ചെങ്ങന്നൂർ സ്വദേശിയായ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരി സ്വാതി എന്നിവർക്കാണ് കടിയേറ്റത്. ഇരുവരും വിദഗ്ധ ചികിത്സ തേടിയതോടെയാണ് പാമ്പ് കടിയല്ലെന്ന് ബോധ്യമായത്. രാജ്യറാണി എക്സ്പ്രസിൽ ചെങ്ങന്നൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. തൃശൂരിലെത്തിയപ്പോൾ സ്വാതിക്ക് വിരലിൽ കടിയേറ്റു. AC 3 ടയർ കോച്ചിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വാതിക്ക് കൈവിരലിൽ കടിയേൽക്കുകയായിരുന്നു. ഈ വണ്ടി ഷൊർണൂർ നിലമ്പൂർ വണ്ടിയായി മാറി നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് വരുന്ന വഴി വല്ലപ്പുഴ സ്റ്റേഷനെത്തും മുമ്പാണ് ഗായത്രിക്ക് കടിയേറ്റത്. സീറ്റിനടിയിൽ നിന്നും കാലിൽ ഏതോ ജീവി കടിക്കുകയായിരുന്നു. രാവിലെ 7:30യോടെയാണ് സംഭവം. വല്ലപ്പുഴ സ്റ്റേഷനിലിറങ്ങി സമീപത്തെ ക്ലിനിക്കിലെത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വിഷാംശമേറ്റിട്ടില്ലെന്ന് വ്യക്തമായതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്വാതിയുടെ ഭർത്താവ് റെയിൽവേ ആശുപത്രി ജീവനക്കാരനായതിനാൽ ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിലെത്തി ചികിത്സ തേടി. പരിശോധനയിൽ വിഷബാധയില്ലെന്ന് കണ്ടെത്തിയതോടെ ആശുപത്രി വിട്ടു. പിന്നീട് തീവണ്ടി ഷൊർണൂരെത്തി. തിരിച്ചു നിലമ്പൂരിലേക്ക് പോകും മുമ്പായി ഡോക്ടർ ഗായത്രി യാത്ര ചെയ്തിരുന്ന കോച്ചിലെ യാത്രക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ശുചീകരണ തൊഴിലാളിയെയും സാങ്കേതിക ജീവനക്കാരനെയും നിയോഗിച്ചു. പിന്നീട് നിലമ്പൂരിലെത്തിയാണ് കോച്ച് പരിശോധിച്ചത്. ഇവിടെ വനംവകുപ്പ് ജീവനക്കാരും പാമ്പുപിടുത്തക്കാരനെയും എത്തിച്ചിരുന്നു. പരിശോധനയിൽ കോച്ചിൽ നിന്നും എലിയെ കണ്ടെത്തിയതായാണ് റെയിൽവേ സുരക്ഷാ സേന അധികൃതർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ പാമ്പായിരിക്കില്ല കടിച്ചതെന്നും പറയുന്നു. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.